ഒരു കൊല്ലമായി നിങ്ങൾ ഒരേ വീട്ടിൽ ഇരട്ടയായിട്ട് ഒന്നിച്ചു കഴിയുന്നു എന്ന് പറയുന്നത്. ഇത് ഇരട്ടയായിട്ട് കഴിയുന്നു, രണ്ടുപേരും രണ്ട് മുറിയിൽ. എത്ര നില വീടാണത്? 2 നില. അവര് ഒരു മുറിയില് അവര് ജോലിക്ക് പോകും വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്ഷണം അദ്ദേഹം ഗൾഫ് വാസം അവസാനിപ്പിച്ചു പോകുന്നതാണോ? അതെ. അതെന്നാ പോകുന്നത്? 1 വർഷം മുമ്പ്. താങ്കളോട് പറഞ്ഞിട്ടാണോ തിരിച്ചു വന്നത്? തിരിച്ചു വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളിപ്പോ +2 ആണല്ലോ, അപ്പൊ അവളെ നല്ലൊരു കോഴ്സിന് വിടണം എന്നുള്ള രീതി. അപ്പൊ അവസാനിപ്പിച്ച് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ കണ്ട വീഡിയോ ക്ലിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവം ഫ്ലവേഴ്സ് ഒരു കൂടെ എന്ന പരിപാടിയിലെ 2 വർഷം മുമ്പത്തെ എപ്പിസോഡിലെ ഒരു ക്ലിപ്പാണിത്. പക്ഷെ ഇപ്പോഴാണ് ഇത് വൈറൽ ആവുന്നതെന്ന് തോന്നുന്നു. പ്രവാസിയായ ഭർത്താവ് പ്രവാസം നിർത്തി നാട്ടിലേക്ക് താമസം മാറിയപ്പോ അത് ഇഷ്ടപ്പെടാതെ അയാളെ ഡിവോഴ്സ് ചെയ്ത ഭാര്യ. ഈ രീതിയിലാണ് ഇപ്പൊ ഈ ക്ലിപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മാസാമാസം ഗൾഫിൽ നിന്ന് പണം അയച്ചപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് സ്ഥിരമായപ്പോ സ്വഭാവം മാറി. ഇതെല്ലാ പ്രവാസികൾക്കും ഒരു പാഠമാണ്. കണ്ടറിയാത്തവന് കൊണ്ടറിയും എന്ന തമിഴിലും കൂടി വെച്ചപ്പോ സംഭവം വൻ ഹിറ്റായി. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. ഒരു കൊല്ലമായി നിങ്ങൾ ഒരേ വീട്ടിൽ ഇരട്ടയായിട്ട് ഒന്നിച്ചു കഴിയുന്നു എന്ന് പറയുന്നത്. ഇത് ഇരട്ടയായിട്ട് കഴിയുന്നു, രണ്ടുപേരും രണ്ട് മുറിയിൽ. എത്ര നില വീടാണത്? 2 നില. ഒരു നിലയിൽ ഒരാളും അടുത്ത നിലയിൽ മറ്റേയാളും, അങ്ങനെയാണോ കഴിയുന്നത്? അങ്ങനെയല്ല, അവര് ഒരു മുറിയില് അവര് ജോലിക്ക് പോകും വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്ഷണം അദ്ദേഹം ഗൾഫ് വാസം അവസാനിപ്പിച്ചു പോകുന്നതാണോ? അതെ. അതെന്നാ പോകുന്നത്? 1 വർഷം മുമ്പ്. താങ്കളോട് പറഞ്ഞിട്ടാണോ തിരിച്ചു വന്നത്? തിരിച്ചു വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളിപ്പോ +2 ആണല്ലോ, അപ്പൊ അവളെ നല്ലൊരു കോഴ്സിന് വിടണം എന്നുള്ള രീതി. അപ്പൊ അവസാനിപ്പിച്ച് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആള് കുറച്ചു കാലമായിട്ട് ഗൾഫിലായിരുന്നു. മകള് വലുതാക്കുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു അല്ലെ? അതുവരെ മകളുടെ ചെലവിലുള്ള ക്യാഷ് ഒക്കെ പുള്ളിക്കാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് +2 കഴിഞ്ഞപ്പോ ഇങ്ങനെ ഗൾഫിൽ നിർത്തി നാട്ടിലേക്ക് വരാൻ നോക്കിയ സമയത്ത് അത് തടഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഭാര്യ പറഞ്ഞു വെക്കുന്നത് അല്ലെ? ഇനി പുള്ളിക്കാരി തുടർന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടെ ഒന്ന് കണ്ടോക്കാം. കാരണം നമ്മളെ അവസാനിപ്പിച്ച് വരണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടില്ല. പിന്നെ മക്കളെ വളർത്തണല്ലോ പിന്നെ ലക്ഷ്യം. അപ്പൊ അവളെ നല്ലൊരു കോഴ്സിന് വിടണമെങ്കിൽ എന്റെ സാലറി കൊണ്ട് മാത്രം പോവില്ല എന്ന് തോന്നിയപ്പോ അവസാനിപ്പിച്ച് വരണ്ട, ലീവിന് വന്ന് അങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതനുസരിച്ച് അവസാനിപ്പിച്ചാണ് വന്നത്. അപ്പൊ മുതൽ പ്രശ്നങ്ങൾ, ഓൾറെഡി പ്രശ്നങ്ങളാണ് അതിന്റെ മുമ്പേ. പിന്നെ അത് വല്ലാണ്ട് അകന്നു പോയി. സെപ്പറേറ്റഡ് ആയിട്ടാണ് കഴിയുന്നത്. ഓക്കെ, ഇപ്പൊ മുഴുവൻ കേട്ടല്ലോ. ഈ ക്ലിപ്പ് മാത്രം കാണുന്ന ഒരാൾ എന്തായാലും ഈ പെണ്ണിനെ കുറ്റം പറയുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലെ? അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ജംഷീന എന്നുള്ളതാണ് ഇവരുടെ പേര്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവനും ജംഷീനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ക്ലിപ്പ് മാത്രം കണ്ട് അങ്ങനെ കമന്റ് ഇട്ടവരെ കുറ്റം പറയാൻ കഴിയൂല. കാരണം പ്രവാസിയായ ഭർത്താവ് ഗൾഫിൽ നിർത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കിയത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരിവിടെ പറയുന്നത്. അങ്ങനെ ഗൾഫിൽ നിർത്തിയതോടെ അവർ തമ്മിൽ പ്രശ്നമായി, അവസാനം തമ്മിൽ വരെ പിരിയാൻ കാരണമായി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അല്ലെ? ഇവർ തമ്മിൽ ഇതിനു മുമ്പ് തന്നെ വേറെയും പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്ന് ജംഷീന പറയുന്നുണ്ട്. ഇവരുടെ ദാമ്പത്യ ബന്ധം ഓൾറെഡി വലിയ രസത്തിലായിരുന്നില്ല. പക്ഷെ ജംഷീൻ പറഞ്ഞത് അധികം ആരും ശ്രദ്ധിച്ചില്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ച് നമുക്ക് വഴിയെ സംസാരിക്കാം. എന്തായാലും ഭർത്താവ് ഗൾഫിൽ നിർത്തിയത് കാരണം അയാളോട് പിരിഞ്ഞു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ശരാശരി മലയാളിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. സത്യത്തിൽ പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ത്യാഗം തന്നെയാണ്. തന്റെ ജീവിതങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ത്യജിച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനാണ് ഒരു പ്രവാസി. പ്രത്യേകിച്ച് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ വരെ പ്രവാസ ജീവിതം ഭയങ്കര ദുഷ്കരമായിരുന്നു. ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇന്ന് പ്രവാസം പണ്ടത്തെ പോലെ അത്ര കഠിനമാണെന്ന് പറയാൻ പറ്റൂല. എന്തായാലും തന്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ നല്ലൊരു ജീവിതം നൽകാൻ വേണ്ടി തന്റെ സുഖങ്ങളെല്ലാം ത്യജിക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും പട്ടിവിലയാണ് കിട്ടാറുള്ളത് അല്ലെ? പ്രത്യേകിച്ച് മക്കൾക്കൊന്നും വാപ്പനോട് ഒട്ടും അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്നേഹം പോലും നല്ലപോലെ കിട്ടാറില്ല എന്നുള്ളതാണ്. ഇവിടെ ജംഷീനയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇത്രയും വിവാദമായത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേൾക്കുന്ന ആർക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ജംഷീനോട് പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയി ഇതിന് ഫുൾ എപ്പിസോഡ് അങ്ങ് ഇരുന്ന് കണ്ടോക്കി. ചില കാര്യങ്ങളൊന്നും ഉറപ്പിക്കാനുണ്ടായിരുന്നു. ഒന്നാമതായി ജംഷീൻ ഒരു അധ്യാപികയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും വിവാദമാകാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ മാത്രം ഒരു വിഡ്ഢിയാണോ എന്നൊരു ഡൗട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പിസോഡ് മുഴുവനും കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവിടെ നമുക്ക് ജംഷീനെയോ ജംഷീനയുടെ ഭർത്താവിനെയോ രണ്ടുപേരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 13ാമത്തെ വയസ്സിലാണ് ജംഷീനയുടെ കല്യാണം നടക്കുന്നത്. അവൾക്ക് ഒട്ടും സമ്മതമില്ലാതെ നടന്ന കല്യാണം. കുയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന വല്യുപ്പാന്റെ ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു ഇത്ര പേരക്കുട്ടിയുടെ കല്യാണം നടന്ന് കാണണം എന്നുള്ളത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. എത്ര പേരക്കുട്ടികളുടെ ജീവിതമാണ് ഇങ്ങനെ കുറെ വല്യപ്പന്മാരും വല്യമ്മമാരും ചേർന്ന് നശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജംഷീനാണെങ്കിലോ പഠിക്കാൻ നല്ല മിടിക്കുകയായിരുന്നു. അവൾ മാക്സിമം കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. കളിച്ച് നടക്കേണ്ട പ്രായമാണെന്ന് ഓർക്കണം. 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. എന്റെ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവല്ലോ. 13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്ര ചെറിയ പ്രായമാണെന്ന് മനസ്സിലാക്കാൻ അവരിലേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാകും. എന്തായാലും ജംഷീനോട് ചെറുത്തുനിൽപ്പുകളൊന്നും ഫലം കണ്ടില്ല. 13 വയസ്സുള്ള ജംഷീൻ എന്ന് പറയുന്ന
കൊച്ചുകുട്ടിയെ 27 വയസ്സുള്ള ഒരു യുവാവ് വന്ന് കല്യാണം അങ്ങ് കഴിച്ചു. ജംഷീനയും ഭർത്താവും തമ്മിൽ 14 വയസ്സിന് മാറ്റം ഉണ്ടായിരുന്നു. 2000-ലാണ് ഈ വിവാഹം നടക്കുന്നതും കൂടി ഒന്ന് ഓർക്കണം. അതായത് 24 വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നത് ചെറിയ പ്രായത്തിലൊക്കെ അന്ന് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളിലൊക്കെ ഇങ്ങനത്തെ കല്യാണം കൂടുതലായിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ ജംഷീനയുടെ വിവാഹം കഴിഞ്ഞു. പക്ഷെ അവൾ പഠിപ്പൊന്നും നിർത്തിയില്ല കേട്ടോ. 10ാം ക്ലാസ്സും +1ഉം +2ഉം ഒക്കെ പഠിച്ചു. പഠിക്കാൻ പോകുന്നതിനൊന്നും ഭർത്താവിന്റെ വീട്ടുകാർക്കോ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ ജംഷീനയ്ക്ക് അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ജംഷീന പറയുന്നൊന്ന് കേട്ടോക്കാം. ഇനിയിപ്പോ ഒരു ഘട്ടത്തിൽ ഒരു TTC കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ വീണ്ടും നമ്മളപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് വല്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമ്പോഴേ പഠിക്കാൻ വിട്ടോ? പഠിക്കാൻ വിട്ടു. അതായത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്. എനിക്ക് സയൻസ് എടുത്തിട്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോ തൊട്ടടുത്ത സ്കൂളിൽ +2-ന് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ മാത്രം തൊട്ടടുത്ത സ്കൂളിൽ പോകാൻ പാടൂ എന്ന് പറഞ്ഞു. ദൂരേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൊമേഴ്സ് എടുത്തു. അതെ, ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ പിന്നെ +1-ന് ചേരുമ്പോൾ സയൻസ് എടുക്കണമല്ലോ. പക്ഷെ ഭർത്താവിന്റെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ സയൻസ് ഇല്ലാത്തത് കൊണ്ട് കൊമേഴ്സ് എടുക്കാൻ നിർബന്ധിതയായി. ദൂരെ പോയി പഠിക്കാൻ ഭർത്താവും അദ്ദേഹത്തിന്റെ വീട്ടുകാരും സമ്മതിക്കുമായിരുന്നില്ല. കൊമേഴ്സ് എങ്കിലും കൊമേഴ്സ് എന്ന് വിചാരിച്ച് അതെടുത്ത് അങ്ങ് പഠിച്ച്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഒരു CA-കാരി ആവണമെന്നായ ആഗ്രഹം. അതിനുവേണ്ടി +2-ന് ശേഷം BCom-ന് ചേരാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു. പക്ഷെ ഭർത്താവിനും വീട്ടുകാർക്കും ജംഷീന് TTC എടുക്കുന്നതിലായിരുന്നു താല്പര്യം. പക്ഷെ ഒരുപാട് വാശി പിടിച്ചു. ഒരു വിധത്തിൽ ജംഷീനെ BCom-ന് ചേർന്നു. പക്ഷെ അധിക കാലം അങ്ങ് പഠിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവ് കോളേജ് നിർത്തിച്ചു. എന്നിട്ട് നേരെ TTC-ലേക്ക് ചേർത്ത്. എന്തായാലും പലരും മറ്റേ വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്നത് കണ്ടിരുന്നു. നിന്നെ പഠിക്കാൻ വിട്ടില്ലേ, അങ്ങനെ നോക്കിയില്ലേ, ഇങ്ങനെ നോക്കിയില്ലേ, എന്നിട്ടാണോ നീ അയാളെ ചതിച്ചതെന്നൊക്കെ. പഠിക്കാൻ വിട്ടതൊക്കെ എന്താ ഔദാര്യമായിട്ടാണ് പലരും പറയുന്നത്. പിന്നെ മുലക്കുടി മാറാത്ത കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പഠിക്കാൻ വിടില്ലാണ്ട് എന്താ ചെയ്യേണ്ടത്? അന്നത്തെ കാലത്ത് ഒരു സർവ്വസാധാരണ സംഭവം ആയതുകൊണ്ട് മാത്രമാണ് ജംഷീനയുടെ ഭർത്താവിനോട് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇന്നൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പൊ എങ്ങനെയാണ് അവളെ മാത്രം പൂർണ്ണമായി കുറ്റം പറയാൻ കഴിയുക? എന്തായാലും വായിക്കാൻ നോക്കാം. ഭർത്താവ് ഗൾഫിൽ പോയതിനു ശേഷം നിരന്തരം വിളിക്കുമായിരുന്നു. നല്ല സ്നേഹ വായ്പുള്ള ആളാണോ അതോ വായ്പ കൊടുത്തോ? സ്നേഹം പുള്ളി അല്ല, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രയാസമാണ് ഉണ്ടായിരുന്നത്. ആളെ കുറ്റം പറയാൻ ഞാൻ അല്ല. എനിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം. നമ്മുടെ ചിന്താഗതികളും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും വ്യത്യാസമാണ്. നമ്മുടെ വേഷത്തിൽ പോലും വല്ലാണ്ട് ഇന്റർഫിയർ ചെയ്യും. ഇതിപ്പോ തീരെ ചെറുപ്പത്തിലല്ലേ കല്യാണം കഴിച്ചവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതും ഇത്രയും വലിയ ഏജ് ഡിഫറൻസും കൂടി ആകുമ്പോൾ വലിയ ജനറേഷൻ ഗ്യാപ്പ് വരും അല്ലെ. സ്വാഭാവികമായിട്ടും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം രണ്ടുപേരുടെയും ചിന്താരീതികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുപോലെ തന്നെ പഠനം പൂർത്തിയാകാതെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് അവസാനം ദാമ്പത്യ ജീവിതം വരെ കുളം തോണ്ടിയ എത്രയോ പേര് എനിക്ക് പരിചയമുണ്ട്. കുറെ പേര് ഡിവേഴ്സായി. കുറെ പേർ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അങ്ങനൊക്കെ ഒരു അവസ്ഥയാണ്. ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നല്ല വൈബ് ഉണ്ടാകും. കാരണം പെൺകുട്ടിക്ക് തീരെ പ്രായമില്ല, അധികം ചിന്തിക്കാനൊന്നും സമയമായിട്ടില്ല. പക്ഷെ അവൾ വലുതാകും തോറും അവളുടെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റങ്ങൾ വരും. അവൾക്ക് മെച്യൂരിറ്റി വരും. അതോടെ താനുമായി ഒരുപാട് വയസ്സിന് മാറ്റമുള്ള ഭർത്താവിന്റെ രീതികളുമായി ഒത്തുപോകാതെ വരും. അതോടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അവൾ ആകെ ഒറ്റപ്പെട്ടു പോകും. ചിലപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ഇവര് ചിന്തിക്കും എന്നുള്ളതാണ്. ജംഷീൻ അങ്ങനെ ഒരിക്കൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചതാണ്. അതിനെക്കുറിച്ച് അവര് പറഞ്ഞൊന്ന് കേട്ടോക്കാം. ഇങ്ങനെ ഒരുപാട് ലോകം കാണാനും യാത്ര ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച ആള് എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാട് വരഞ്ഞ് നാശമാക്കി എന്ന് പറഞ്ഞു. അത് ഡിപ്രഷൻ, വല്ലാണ്ട് ഡിപ്രഷൻ വന്നുപോയി. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലിതാണോ? അതെ, അത് ഒറ്റപ്പെട്ടു പോയി. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആരോടും പറയാൻ പറ്റില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളില്ല. ഇനി എന്റെ പ്രതീക്ഷകളൊന്നും നടക്കില്ല എന്നൊക്കെ തോന്നിയ സമയത്ത്, പിന്നെ +2-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ രാത്രി എത്ര പെൺകുട്ടികൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലെ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കല്യാണം കഴിഞ്ഞത് ജംഷീൻ അടക്കമുള്ള പെൺകുട്ടികളുടെ കുറ്റമല്ലല്ലോ. അവരെന്ത് ചെയ്യാനല്ലേ? അതുകൊണ്ടാണ് പ്രവാസിയായ ഒരു ഭർത്താവിനെതിരെ ജംഷീൻ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടും ഞാൻ പൂർണ്ണമായി ജംഷീനെ കുറ്റപ്പെടുത്താത്തത്. അതിനിപ്പോ നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ജംഷീനെയും ഭർത്താവും തമ്മിൽ എത്രയോ കാര്യങ്ങളായ പ്രശ്നങ്ങളാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവുകയായിരുന്നു എന്ന് വേണം കരുതാൻ. രണ്ടുപേർക്ക് ഇവിടെ നഷ്ടങ്ങളുണ്ട്. ജംഷീനൊക്കെ അവളുടെ കുട്ടിക്കാലവും ആഗ്രഹിച്ച പഠനവും എല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ച പലതും അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവിനാണെങ്കിലോ പ്രവാസ ജീവിതത്തിനിടയിൽ സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ജംഷീന പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. മക്കൾക്ക് എങ്ങനെ ഉപ്പയോടുള്ള സ്നേഹം? മക്കളോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ആൾക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതെന്താ? സാധാരണ മക്കളോട് ഭയങ്കര താല്പര്യമായിരിക്കില്ല ഉപ്പമാർക്ക്. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതിൽ നിഴലിക്കുവാണോ അതോ പുള്ളി അങ്ങനെ ഒരു പ്രകൃതക്കാരനാണോ? അല്ല, കുട്ടികളോടുള്ള സ്നേഹം വല്ലാണ്ട് പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. മുമ്പേ അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി തുടങ്ങിയപ്പോ അത് വല്ലാണ്ട് അകൽച്ചയായി പോയി.
പണ്ടത്തെ ഒരുവിധം പ്രവാസികൾ അനുഭവിച്ച ഒരു പ്രശ്നമാണ് ഇതിലെ. പ്രവാസികളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ 2-3 കൊല്ലം കൂടുമ്പോൾ കുറെ പെട്ടികളും മിഠായികളും കളിപ്പാട്ടങ്ങളുമായി വരുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. മക്കളും ഉപ്പയും തമ്മിൽ വലിയ ആത്മബന്ധങ്ങളൊന്നും ഉണ്ടാവാറില്ല. എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ജംഷീനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാല്യത്തിലെ കല്യാണം കഴിച്ചു വിട്ട ഒരാൾക്ക് ബാല്യം നഷ്ടപ്പെടുന്നു, കൗമാരം നഷ്ടപ്പെടുന്നു, യൗവനം നഷ്ടപ്പെടുന്നു, പിന്നെ ഭർത്താവിന് വേണ്ടി, ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടി, മക്കളെ വളർത്താൻ വേണ്ടി ഒക്കെ അവൾ ചുരുങ്ങി പോവാണ്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഈ കുട്ടികളൊക്കെ അതിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എത്രാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാം? അത് അവള് തീരുമാനിക്കട്ടെ സാർ. അത്രേ ഉള്ളൂ. അവൾ തീരുമാനിക്കട്ടെ. സ്വന്തം ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനവന് തന്നെയാണ്. ആകെ ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. അതുപോലും സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യം? പിന്നെ സമൂഹവും കുടുംബവും ഒക്കെ ആകുമ്പോൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സംഭവത്തിന് ഏകദേശം ചിത്രം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.